ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ 52ാമത്തെ ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ്. ഉച്ച സമയമാകാറായി, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരുടെ കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിൽ വന്നിട്ട് അവിടെ നമ്മുടെ ജിൻഡോയും ജാസ്മിനും ശ്രീരേഖയും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ ആ പാതകത്തിലെ ആ സ്റ്റൗവൊക്കെ ഇരിക്കുന്ന ആ പാതകത്തിലെ ഇത് വെണ്ടയ്ക്കയുടെ അരിയെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ ആ പാതകത്തിൻ്റെ അവിടെ എല്ലാം സ്റ്റൗവിൻ്റെ പരിസരത്തെല്ലാം കിടക്കുക വെണ്ടയ്ക്കയുടെ അരി. അപ്പോൾ ജിൻഡോ പറയുന്നത് വെണ്ടയ്ക്കയുടെ അരി ഇങ്ങനെ ഇവിടെയെല്ലാം ഇങ്ങനെ ഇട്ടത് ശരിയായില്ലെന്ന്. ഇത് ഇട്ടത് ആരാന്നാ? ജാസ്മിനാണ് ഇട്ടത്. അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുന്നൊക്കെയുണ്ട്. ഇവിടെ ശ്രീരേഖ കയറി ഏൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വെണ്ടയ്ക്ക ജാസ്മിൻ അരിയുമ്പം ഇങ്ങനെ വെളിയിൽ ഒന്നും ആകാതിരിക്കാൻ ശ്രദ്ധിക്കാന്ന്. കാര്യം ഈ വെണ്ടയ്ക്കയുടെ അരി താഴെ ഒക്കെ ഇങ്ങനെ തെറിച്ച് പോകുമ്പോഴേ അത് വലിയ പാടാണ് തൂത്ത് എടുക്കാനൊക്കെ. അവിടെ ഈ മാറ്റൊക്കെ ഇടുന്നതാണല്ലോ, അതാ വലിയൊരു പ്രശ്നം. അല്ലെങ്കിൽ തന്നെ വെണ്ടയ്ക്കയുടെ അരി ചെറിയ അത് ഇങ്ങനെ തെറിച്ച് പോകുമ്പോഴൊക്കെ വലിയ പാടാണ് തൂക്കാനും വൃത്തിയാക്കാനും ഒക്കെ. രാവിലെ തന്നെ ചിലപ്പോൾ അവിടെ തൂത്ത് വാരിയതായിരിക്കും. അതിനുശേഷം ഈ വെണ്ടയ്ക്ക ഇടുമ്പോൾ അത് പിന്നെ കൂടുതൽ പണിയാണല്ലോ. വെണ്ടയ്ക്കയുടെ അരിയൊക്കെ ഇങ്ങനെ തെറിച്ച് പോകുമ്പോഴേ കൂടുതൽ പണിയായി. ഇത് ഒരു മുറം പോലെ ഒരു ഇതിലോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലോ ഒക്കെ എടുത്ത് ഈ വെണ്ടയ്ക്കയുടെ അരിയൊക്കെ ഇങ്ങനെ അതിൽ തന്നെ ആക്കാവുന്നതേ ഉള്ളൂ. അത് ഈ പാതകത്തിലൊക്കെ വെക്കുമ്പോൾ അത് ഉരുണ്ട് ഇങ്ങനെ താഴോട്ടൊക്കെ വീഴും, പാതകം നിറച്ചാകും അങ്ങനെ. അപ്പോൾ ഈ ജാസ്മിനാണ് അത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം. അപ്പോൾ ജിൻഡോയ്ക്ക് അത് കണ്ടിട്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നി. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കിച്ചൺ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊരു ഒരു തരത്തിൽ നോക്കിയാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഈ പച്ചക്കറികളൊക്കെ അരിയുമ്പോഴേ അവിടെ ആക്കാതെ ഒരു വലിയൊരു പാത്രം അതൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞിടുമ്പോൾ അത് അതിൽ തന്നെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ വെണ്ടയ്ക്കയുടെ ഈ കുരുവും അവശിഷ്ടങ്ങളൊക്കെ കിടക്കുക. പിന്നെ ഇവരൊക്കെ വളർന്നു വരുന്ന പെൺകുട്ടികളല്ലേ. ഇപ്പോൾ ജാസ്മിനാണെങ്കിൽ തന്നെ അതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. അവർക്ക് അതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ അറിവുകൾ എനിക്ക് തോന്നുന്നു ആവാനുള്ള ഇതൊന്നും ആയിട്ടില്ല. ഒരു തരത്തിൽ നോക്കിയാൽ കൂടുതൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ അടുക്കള കയറി ഇതൊക്കെ ചെയ്യുമ്പോഴേ അതിനെക്കുറിച്ചൊക്കെ പഠിക്കത്തുള്ളൂ. അത്രത്തോളം ഒന്നും അടുക്കള കയറിയൊന്നും പരിപാലിച്ചിട്ടൊന്നും കാണത്തില്ലായിരിക്കാമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെയൊക്കെ അവർ പഠിച്ചു വരട്ടെ. പിന്നെ വേറെ എന്താന്ന് പറഞ്ഞാൽ എനിക്കിതിൽ പറയാനുള്ളത്, ഈ ഒന്നാമത് ഈ കിച്ചൺ ടീമിനകത്ത് ഇവരെ എന്താ ചെയ്യേണ്ടതെന്നാൽ ഈ കിച്ചണിൽ കയറുന്ന ഒരു ടീമിനെ തിരിക്കും. ഈ ടീമിന് എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ ഈ ടീമിനെ തിരിച്ച് കിച്ചൺ ടീമെന്ന് വെച്ചാൽ പോരാ. ഒരു ടീം കിച്ചൺ ടീമിലെ കാര്യങ്ങൾ നോക്കി കിച്ചൺ ടീം, അടുത്തത് ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ടീം, അടുത്തത് ബാത്റൂം ക്ലീനിങ്ങിൻ്റെ. ഇങ്ങനെയാണ് ഇതിനകത്ത് എപ്പോഴും വന്ന് ബിഗ് ബോസ് സീസണകത്ത് ആ വീട്ടിനകത്ത് ചെയ്യുന്ന ടീം തിരിക്കുമ്പോൾ ഉള്ള അവരുടെ ജോലികൾ ഇങ്ങനെ. അപ്പോൾ ഞാനെന്താ പറഞ്ഞ കിച്ചൺ ടീമിന് മെയിനായിട്ട് അതാ സ്ത്രീകളെന്നും പുരുഷന്മാരെന്നും വേർതിരിവില്ലാതെ അത് ഈ മുടി കെട്ടി വെച്ചിട്ട് ഇപ്പം ഈ നല്ല ഇതുണ്ടല്ലോ തലയിൽ വെക്കുന്ന ഒരു ക്യാപ്പ് മാതിരി കിട്ടും. ക്യാപ്പെന്ന് പറഞ്ഞാൽ നൈസ് ഈ കാറ്റൊക്കെ കയറുന്ന മാതിരി ഉള്ള ഒരു നൈസ് ഇത് കിട്ടുമല്ലോ ക്യാപ്പൊക്കെ. അതൊക്കെ വെക്കുന്നത് കിച്ചൺ ടീമിന് ഒരു ഇതെന്നാൽ ഇവരങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ നന്ദന വന്ന സമയത്ത് നന്ദന പറയുന്നുണ്ട് ഈ കിച്ചണിൽ കയറുന്നവർ മുടി കെട്ടി വെക്കണമെന്ന്. പക്ഷെ അന്ന് അതിനെ പറ്റി കുറേ കലപിലയൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും നോക്കുമ്പം ആരും ലേഡീസ് കിച്ചണിൽ കയറി പാചകം ചെയ്താൽ മുടി കെട്ടി വെക്കുന്നേ ഇല്ല. അത് സത്യത്തിൽ വന്ന് ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ പറയും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇതൊരു നല്ല കാര്യമാണ്. നോക്കിയാൽ എല്ലാവരും മുടി അഴിച്ചിട്ട് സർവ്വസമയം മുടി അഴിച്ചിട്ടുണ്ടാ അവരൊക്കെ എല്ലാ കാര്യത്തിലും ഉള്ളത്. അതെനിക്ക് തോന്നുന്നു അത് ഈ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതല്ല, കിച്ചൺ ടീമിൽ അടുക്കളയിൽ വന്ന് പാചകം ചെയ്യുമ്പോൾ ഇവർ ഈ ബിഗ് ബോസ് വീട്ടിനകത്തെ കാര്യമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഈ ടീമിന് വന്ന് മുടി കമ്പൽസറിயாக മുടി കെട്ടി വെച്ചിട്ട് അത് കാറ്റൊക്കെ കടക്കുന്ന തരത്തിലുള്ള ഒരു ക്യാപ്പ് വന്നിട്ട് അവർക്ക് നിർബന്ധമാക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പം അവിടെ എല്ലാവർക്കും നീണ്ട മുടികളാണ്. കൂടുതലും ജാസ്മിന് ഈ നീണ്ട മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ആട്ടിയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും കിച്ചണിൽ ഒക്കെ ചെയ്യുന്നത്. മിക്കവാറും അവിടെ മുടി കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വെളിയിൽ കാണുന്നില്ല. ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും ഇപ്പം നോക്കിയാൽ വന്നിട്ട് നമ്മളറിയാത്ത പല കാര്യങ്ങളുമായി ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്നതും അല്ലെങ്കിൽ വന്നത്
അതിലിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ കിച്ചൺ ടീമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഇപ്പം നന്ദന വന്നപ്പോൾ ആ ഇഷ്യൂ ഉണ്ടായെങ്കിൽ തന്നെ ഇപ്പം അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മാതിരിയുണ്ട്. മുടി അഴിച്ചിട്ട് തന്നെയാണ് കിച്ചണിൽ പാചകം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം അത് പിന്നെ ജിൻഡോയും ജാസ്മിനും ഒക്കെ തമ്മിലൊരു കലപിലയൊക്കെ അവിടെ നടന്നു. അതിനുശേഷം പിന്നെ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ബാത്റൂമിൽ ഇരുന്ന് ചൂല് കൊണ്ടുവന്ന് പാതകത്തിൽ വെച്ചതിനൊന്നും കുഴപ്പമില്ലേ എന്നൊക്കെയുള്ള കുറ്റങ്ങളിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഈ പാതകത്തിൽ തന്നെയല്ലേ ചപ്പാത്തി പരത്തുന്നതെന്ന് പറയാം. കാര്യം എനിക്ക് തോന്നുന്നു അത് വന്നിട്ട് ഗ്രാനൈറ്റോ മാർബിളോ ഏതോ തറയാണെന്ന് തോന്നുന്നു. തറയെന്ന് പറഞ്ഞാൽ ആ പാതകം, ആ സ്റ്റൗ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് ഇവർ ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഇവർ വന്ന് അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ജാസ്മിൻ അത് പറയുന്നുണ്ട്, ഇവിടെ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയുന്നുണ്ട്. ഈ വെണ്ടയ്ക്കയുടെ കുരു ഇങ്ങനെ പരത്തി അവിടെ ഇവിടെ ഇടരുത്, അതിങ്ങനെ വെളിയിൽ ഇങ്ങനെ ചാടി ഇല്ല ചവിട്ടിക്കൊണ്ടൊക്കെ നടക്കുമല്ലോ എല്ലാവരും, അതുകൊണ്ട് ആയിരിക്കും അത് പറഞ്ഞേ. പക്ഷെ അതിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നം. ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഈ മുടി അഴിച്ചിട്ട് കിച്ചണിൽ പാചകം ചെയ്ത് കാണിക്കുന്നതിൽ ഒന്നും ഒരു ഇതുമില്ല. ഇത് ഇതെന്താ ഈ മുടി കെട്ടി വെച്ചിട്ട് ക്യാപ്പ് ധരിക്കണമെന്നുള്ളത് അത് മസ്റ്റാക്കണം ബിഗ് ബോസ് വീട്ടിനകത്ത്. ഇപ്പോൾ ഈ സീസൺ അല്ലെങ്കിൽ പോലും ഇനി അടുത്ത സീസണൊക്കെ വരുമ്പോൾ ഇതങ്ങനെ ആ ഒരു രീതി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.